പത്മേട്ടൻ ഹോട്ടലിൽ കാത്തു നിൽക്കും. 8:30 ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും വിശേഷമുണ്ടായ എന്റെ ഈ സെൽ നമ്പറിൽ വിളിക്കണം. അവൻ കലണ്ടറിൽ സെൽ നമ്പർ കുറിച്ചിട്ടു. ഞാൻ വരാൻ വൈകിയേക്കും. ഇമ്രാൻ പുറത്തേക്ക് നടന്നു. അവൻ ചെന്ന് ജീപ്പിൽ കയറി. ആ ജീപ്പ് ഗേറ്റിനപ്പുറം മറയുന്നത് വരെ സൂര്യ അവിടെ നിന്നു. ഈ സമയം ഹോട്ടൽ എമിൽ ഇന്റർനാഷണലിന്റെ 4-ാം നിലയിലേക്ക് ഉയർന്നു പോവുകയാണ് ലിഫ്റ്റ്. ലിഫ്റ്റിൽ ശരത്തും 4 ചെറുപ്പക്കാരും. ശരത്തിന്റെ വേഷം ഖദർമുണ്ടും ജുബയും, നെറ്റിയിൽ ചന്ദനക്കുറി. മറ്റുള്ളവർക്ക് പാന്റും ടീഷർട്ടുമാണ്. തനിക്കൊപ്പമുള്ളവരോട് വെളിയിൽ നിൽക്കാൻ ആംഗ്യം കാട്ടിയിട്ട് ശരത്ത് അകത്തേക്ക് കയറി. അകത്ത് വീരശെൽവം, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി. കേരളത്തിന്റെ ചാർജ് പാർട്ടി പ്രസിഡന്റ് അയാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ മുതിർന്ന ചില നേതാക്കന്മാരുമായി സംസാരിക്കുകയായിരുന്നു അപ്പോൾ വീരശെൽവം. തമിഴനാണെങ്കിലും നന്നായി മലയാളം അറിയും. ശരത്തിനെ കണ്ടപ്പോൾ വീരശെൽവം പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ശരത്, വരൂ, ഇരിക്കൂ. ശരത്ത് ഒരു കസേര വലിച്ചിട്ടിരുന്നു. കേരളത്തിലെ യുവ നേതാക്കളിൽ ശ്രദ്ധേയനായ ശരത്തിനെ ഹൈക്കമാൻഡിലെ മിക്കവാറും വലിയ നേതാക്കന്മാർക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് പീതാംബരന്റെ ആൾ എന്ന നിലയിൽ. പീതാംബരന്റെ ദൂതനായി അയാൾ പലപ്പോഴും ഡൽഹിയിൽ ചെന്നിട്ടുണ്ട്. എന്താ ശരത്? വീരശെൽവം ചോദിച്ചു. ശരത്ത് മുറിയിലെ ഖദർദാരികളെ നോക്കി. അവരൊക്കെ ചെറിയാന്റെ ആൾക്കാരാണ്. പീതാംബരന്റെ എതിർ ഗ്രൂപ്പിനെ നയിക്കുന്ന ചെറിയാന്റെ ആൾക്കാർ. പത്തനംതിട്ട ജില്ലയിലെ 2 വനിതാ MLA-മാർ അടക്കം അക്കൂട്ടത്തിലുണ്ട്. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്, ശരത്ത് പറഞ്ഞു. ആവാം, തനിച്ചാണ് സംസാരിക്കേണ്ടത്. ഓ. വീരശെൽവം മറ്റുള്ളവരെ നോക്കി. ഓരോരുത്തരായി പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ശരത്ത് ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. ശരത്, എനിക്ക് അല്പം ധൃതിയുണ്ട്, വീരശെൽവം പുഞ്ചിരിയോടെ പറഞ്ഞു. രാത്രി 11-ന്റെ ഡൽഹി ഫ്ലൈറ്റിന് എനിക്ക് പോകണം. ഇപ്പോ സമയം 8 കഴിഞ്ഞു. അതിനു മുമ്പ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം. നാളെയാണ് നോമിനേഷൻ. അതുകൊണ്ട് എനിക്കും സംസാരിക്കാനുള്ളത് അതിനെ പറ്റിയാണ്. രാജ്യസഭാ സീറ്റ്. ശരത്ത് വീരശെൽവത്തിന്റെ മുന്നിലേക്ക് നടന്നു വന്നു. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള നോമിനേഷൻ തൊട്ടടുത്ത ദിവസമാണ് കൊടുക്കേണ്ടത്. നിലവിലുള്ള ശക്തി അനുസരിച്ച് പാർട്ടിക്ക് ഒരാളെ ജയിപ്പിക്കാം. ആ സീറ്റ് ആർക്ക് കൊടുക്കണമെന്ന ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഏറെക്കുറെ അക്കാര്യത്തിൽ ധാരണയായി. ചെറിയാൻ ഗ്രൂപ്പിലുള്ള ലൂക്കോ വർഗീസിനാണ് സീറ്റ്. എന്തായി തീരുമാനം? ശരത്ത് ചോദിച്ചു. അത് ഒന്ന് മടിച്ചിട്ട് വീരശെൽവൻ തുറന്നു പറഞ്ഞു. ലൂക്കോ വർഗീസിന് കൊടുക്കണമെന്നാണ് ഏകദേശ ധാരണ. ഓ. ശരത്ത് നീട്ടിയൊന്ന് ചിരിച്ചു. മണ്ണെണ്ണ ലൂക്കോയ്ക്ക് തന്നെ അത് കൊടുക്കാൻ തീരുമാനിച്ചു. ആരൊക്കെയാണാവോ തീരുമാനിച്ചത്? ബഹുമാനപ്പെട്ട പരമവീരശെൽവം പറഞ്ഞാൽ കൊള്ളാം. അത് പിന്നെ കൂട്ടായ തീരുമാനമാണ്. പ്രതിപക്ഷ നേതാവ് ചെറിയാച്ചനും സംസ്ഥാന പ്രസിഡന്റ് അശോകൻ മുഖത്തലയും. നിർത്ത്. ശരത്ത് കൈ ഉയർത്തി. വീരശെൽവത്തിന്റെ വാക്കുകൾ ഇടയ്ക്ക് മുറിഞ്ഞു. പാർലമെന്ററി ബോർഡിൽ 21-നെതിരെ 44 പേരുടെ പിന്തുണയുള്ളപ്പോഴാ ലീഡറെ കൊണ്ട് നിർബന്ധപൂർവം രാജിവെപ്പിച്ച് AT ജോസഫിനെ മുഖ്യനാക്കിയത്. ഭരണമെന്ന് പറഞ്ഞ ആട്ടിൻകാട്ടമോ കടലക്കായോ എന്നറിയാത്ത അയാളുടെ കയ്യിൽ ഭരണം പറ്റിപ്പായെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായപ്പോഴേക്കും വീണ്ടും ലീഡറിനെ പരിഗണിച്ചില്ല. ഈ പറയുന്ന ചെറിയാച്ചനെ. എന്നിട്ട് എന്തു പറ്റി? ശരത്ത് വീരശെൽവത്തെ നോക്കി. ഇപ്പൊ എന്തു വേണമെന്നാ ശരത്ത് പറയുന്നത്? രാജ്യസഭാ സീറ്റ് ലീഡറിന് വേണം. ശരത്ത് കനത്ത സ്വരത്തിൽ തുടർന്നു. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വീരശെൽവം തന്റെ നിസ്സഹായത വെളിപ്പെടുത്തി. ശരത്ത് വീരശെൽവത്തിന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. നാളെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി ടിക്കറ്റിൽ നോമിനേഷൻ കൊടുക്കുന്നത് മുൻ മുഖ്യമന്ത്രി പീതാംബരനായിരിക്കണം. വേറൊരാളുടെയും പേര് ഹൈക്കമാൻഡിൽ ചെല്ലരുത്. ഒരു മണ്ണെണ്ണ ലൂക്കയും ഉണ്ടാകരുത്. ശരത്ത് വാതിലിന് നേർക്ക് നടന്നു. വിയർത്തു നിൽക്കുകയാണ് വീരശെൽവം. ശരത്ത് അയാളെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ബോൾട്ട് നീക്കി. വാതിൽ മലർക്കെ തുറന്നു. അവന്റെ ശിങ്കിടികൾ വെളിയിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വാടാ, പോകാം. ശരത്ത് നടന്നു. പിന്നാലെ ശിങ്കിടികൾ. ലിഫ്റ്റിന് നേരെ നടക്കവേ സെല്ലിൽ ലീഡറുടെ നമ്പർ പ്രസ് ചെയ്തു ശരത്ത്. മറുതലയ്ക്കൽ ലീഡർ വന്നു. എന്തായി ശരത്തെ? പീതാംബരൻ ചോദിച്ചു. കണ്ടു. നിരീക്ഷകൻ എന്തു മൊഴിഞ്ഞു? നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ. മണ്ണെണ്ണ ലൂക്കോയ്ക്ക് വേണ്ടി ചെറിയാനും ജോസഫും മുറുകെ പിടിച്ചിരിക്കുക. പിടിച്ചോട്ടെ, പീതാംബരൻ ചിരിച്ചു.
സീറ്റ് എനിക്ക് തന്നില്ലെങ്കിൽ വേറെ കളിയുണ്ട്. എന്താ സർ? ലൂക്കോ രാജ്യസഭയിൽ പോകാതിരുന്ന പോരെ? ഞാൻ പോകുന്നില്ലെങ്കിൽ പാർട്ടിയിൽ വേറെ ആരും പോകണ്ട. സാർ ഉദ്ദേശിക്കുന്നത് കാസർകോട്ടുകാരൻ കാളാത്ത് പരമേശ്വരൻ നായർ റിബലായി നിന്ന് മത്സരിക്കും. നമ്മൾ ഗ്രൂപ്പിന്റെ വോട്ടുകൾ അയാൾക്ക്. ചുരുക്കത്തിൽ കാളാത്തും ലൂക്കയും രാജ്യസഭ കാണില്ല. മറ്റവന്മാർ കൊണ്ടുപോകും, അത്ര തന്നെ. അത് മതി. ആങ്ങളെ ചത്താലും നാത്തുന്റെ കണ്ണീര് കണ്ടാ പോരെ? ധാരാളം. ശരത്ത് ചിരിച്ചു. ശരി, നീ നാളെ വാ. ഓ. ശരത്ത് ഫോൺ ഓഫ് ചെയ്തു. അവർ ഹോട്ടലിന് വെളിയിലെത്തി. സ്വന്തം കാറിന്റെ ഡോർ തുറന്നിട്ട് ശരത്ത് അനുയായികളെ നോക്കി. നിങ്ങൾ പോയിക്കോ, നാളെ രാവിലെ 9-ന് ലീഡറുടെ വീട്ടിലെത്തണം. ഉവ്. അനുയായികൾ ഒരു ജിപ്സിയിൽ കയറി. ജിപ്സി ആദ്യം ഓടിപ്പോയി. എതിരെയുള്ള വഴിയിലൂടെ ശരത്തിന്റെ ലാൻസർ കാർ. നഗരത്തിന്റെ ശല്യമില്ലാത്ത ഹൗസിംഗ് കോളനിയിലാണ് ശരത്തിന്റെ വീട്. സമ്പന്നന്മാർ മാത്രം താമസിക്കുന്ന കോളനി. റേഡിയോ സ്റ്റേഷൻ കടന്ന് കാർ ഹൗസിംഗ് കോളനിയുടെ റോഡിലേക്ക് തിരിഞ്ഞു. കാർ അല്പം ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു ജീപ്പ് കുതിച്ചു വന്ന് കാറിനെ ഓവർടേക്ക് ചെയ്ത് റോഡിന് കുറുകെ നിന്നു. ശരത്ത് ബ്രേക്കിൽ കാലമർത്തി. കാറിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് ജീപ്പ് നിന്നത്. സ്കൗണ്ടറൽ, ശരത്ത് അമർഷത്തോടെ പുലമ്പി. പിന്നീടാണ് അതൊരു പോലീസ് ജീപ്പാണെന്ന് ശരത്തിന് മനസ്സിലായത്. ശരത്ത് 3-4 വട്ടം ഹോൺ മുഴക്കി. ജീപ്പ് മാറ്റിയില്ല. അതിന്റെ ലൈറ്റുകൾ അണഞ്ഞു. ജീപ്പിനകത്ത് പ്രകാശം കാണാനില്ല. ശരത്തിന് ആരീശം വന്നു. മുൻ MLA-യും പാർട്ടി നേതാവുമായ തന്റെ കാർ മിക്കവാറും എല്ലാ പോലീസുകാർക്കും സുപരിചിതമാണ്. ഇന്നേ വരെ ഒരാളും തടഞ്ഞു നിർത്തിയിട്ടില്ല. അതിനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. ഇവൻ ആരാണ്? വീണ്ടും ശരത്ത് ഹോൺ മുഴക്കി. പ്രതികരണമില്ല. ശരത്ത് കാറിൽ നിന്നിറങ്ങി ജീപ്പിനെ സമീപിച്ചു. ആരാടോ കാറിന്റെ മുന്നിൽ ജീപ്പ് നിർത്തി പോക്രിത്തരം കാണിക്കുന്നത്? വണ്ടി എടുത്ത് മാറ്റടോ, ശരത്ത് ധിക്കാരപൂർവം പറഞ്ഞു. ജീപ്പിനുള്ളിൽ ഒരാളുടെ നിഴൽ കാണാം. മുഖം വ്യക്തമല്ല. ഇത്തിരി ചുണ്ണാമ്പ് തരാമോ? നിഴൽ ചോദിച്ചു. ചുണ്ണാമ്പോ? അതെ, ഒന്ന് മുറുക്കാനാ. താനെന്താ കളിയാക്കുകയാണോ? ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. അറിയാം, AT ശരത് കുമാർ, ex-MLA. ശരത്തിന്റെ നെറ്റി ചുളിഞ്ഞു. നിഴൽ വീണ്ടും ചോദിച്ചു. ഇത്തിരി ചുണ്ണാമ്പ് തരുവോ? ശരത്ത് ജീപ്പിനുള്ളിലേക്ക് ചൂഴ്ന്നു നോക്കി. അപ്പോൾ ജീപ്പിനകത്ത് പ്രകാശം തെളിയുകയും അതിവേഗം അണയുകയും ചെയ്തു. മിന്നൽ പോലെ ആ പ്രകാശത്തിൽ ശരത്ത് ആ മുഖം കണ്ടു. നരസിംഹൻ. CI നരസിംഹൻ. ശരത്തിന്റെ ഹൃദയത്തിൽ ഒരാന്തലുണ്ടായി. ബീച്ച് റോഡിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് താൻ തലവെട്ടി കൊലപ്പെടുത്തിയ നരസിംഹൻ. തന്റെ മുന്നിൽ പിടഞ്ഞു തീർന്നവൻ. അവനിതാ തനിക്ക് മുന്നിൽ ജീവനോടെ ഇരിക്കുന്നു. വിശ്വസിക്കാനാവുന്നില്ല ശരത്തിന്. ശരീരം ആകെ വിയർത്തു. ഇടയ്ക്കിടെ ജീപ്പിന്റെ ലൈറ്റ് തെളിയുകയും അണയുകയും ചെയ്യുന്നു. അപ്പോഴൊക്കെ പുഞ്ചിരിക്കുന്ന നരസിംഹന്റെ മുഖം. ശരത്ത് പിന്നോട്ട് മാറി. അയാൾ ഒരു കുതിപ്പിന് തന്റെ കാറിനരികിലെത്തി. കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറി. കാർ കോളനി റോഡിൽ നിന്ന് റിവേഴ്സ് ചെന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴും ജീപ്പ് നിശ്ചലം കിടക്കുകയാണ്. കാർ വലത്തേക്ക് തിരിഞ്ഞ് കുതിച്ചു പാഞ്ഞു. പീതാംബരന്റെ ബംഗ്ലാവിൽ ബഹളം അടങ്ങിയിട്ടില്ല. രാത്രി 10 മണി കഴിഞ്ഞിട്ടും അവിടെ സന്ദർശകരുടെ തിരക്കാണ്. ഈ തിരക്കിലേക്കാണ് വെടിച്ചില് പോലെ ശരത്ത് കയറി ചെന്നത്. എന്താടോ ശരത്തെ? പീതാംബരൻ ചോദിച്ചു. അവന്റെ മുഖഭാവം കണ്ടപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് പീതാംബരന് മനസ്സിലായി. നീ അകത്തേക്ക് വാ. ശരത്തിന്റെ ചുമലിൽ പിടിച്ച് പീതാംബരൻ അകത്തേക്ക് നടന്നു. പീതാംബരൻ ചോദിച്ചു. എന്താ പ്രശ്നം? ഞാൻ നരസിംഹനെ കണ്ടു. ഏത് നരസിംഹൻ? പീതാംബരൻ അങ്ങനെ ചോദിച്ചുപോയി. CI നരസിംഹൻ. പീതാംബരൻ ചിരിച്ചുപോയി. ഈ ഭ്രാന്ത് പറയാനാണോ ഈ നേരത്ത് നീ ഇവിടെ വന്നത്? നിനക്ക് എന്ത് പറ്റി? എന്താ ഇന്ന് സ്കോച്ച് കൂടി പോയോ? ഞാൻ ഭ്രാന്തല്ല പറയുന്നത്. പിന്നെ ഇതിന്റെ പേരെന്താ? എന്നെ വിശ്വസിക്കണം സർ. ശരത്ത് താൻ കണ്ട കാഴ്ചയെ പറ്റി വിശദമായി പറഞ്ഞു. പീതാംബരൻ ശ്രദ്ധയോടെ എല്ലാം കേട്ടു. ഒടുവിൽ ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം പീതാംബരൻ മെല്ലെ പറഞ്ഞു. നിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നുവെങ്കിലും ഒരു കൊല നടത്തിയപ്പോൾ ഉണ്ടായ മനസ്സിന്റെ വിഭ്രമം എന്ന് ഞാൻ പറയുമായിരുന്നു. മെല്ലിച്ച കാലുകളിൽ ഒന്ന് ഉലാത്തിയിട്ട് പീതാംബരൻ തുടർന്നു. നിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയില്ല. നീ കൊല ചെയ്ത് അറപ്പ് തീർന്നവനാണ്. മനസ്സുകൊണ്ട് പദം വന്നവനാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിനെ വിഭ്രമം ബാധിക്കില്ല. പീതാംബരന്റെ കണ്ണുകൾ കുറുകി. സാർ എന്താ ചിന്തിക്കുന്നത്? ശരത്ത് ചോദിച്ചു. നീ നരസിംഹനെ കണ്ടതും ശരിയാണ്. നരസിംഹൻ കൊല്ലപ്പെട്ടതും ശരിയാണ്.
നിനക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. പീതാംബരൻ ചിരിച്ചു. എവിടെയോ എന്തോ ചീഞ്ഞു നാർന്നു. സർ, ഇത് കൗശലപൂർവമായ ഒരു കളിയാണ്. പീതാംബരനെ തോൽപ്പിക്കാൻ ഒരു വലിയ കളി. ഈ കളിക്കൊന്നും പീതാംബരം വീഴില്ല. അങ്ങനെ വീഴാനാണെങ്കിൽ പണ്ടേ ഞാൻ തീരുമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ യാതൊന്നുമാകാതെ. ശരത്ത് നിശബ്ദനായിരുന്നു. പീതാംബരൻ അവനെ നോക്കി മെല്ലെ പറഞ്ഞു, തൽക്കാലം ശരത്ത് പോയിക്കോ. ശരത്ത് പുറത്തേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ 11 മണിക്ക് മുൻ മുഖ്യമന്ത്രി പീതാംബരൻ പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ഹാളിന് വെളിയിൽ പോലീസിന്റെ കാവൽ. പത്രസമ്മേളനത്തിനിടെ പീതാംബരനെ കാണത്തക്ക വിധം വെളിയിൽ ജീപ്പിൽ ചാരി നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടറെ അയാൾ നോക്കി. CI നരസിംഹൻ. യൂണിഫോമിൽ നിൽക്കുന്ന ഇമ്രാനെ പീതാംബരൻ കണ്ടു. പീതാംബരന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അയാൾ അടുത്തിരുന്ന വേലായുധനെ ഞോണ്ടി വിളിച്ചു. വേലായുധ, കോൺഫറൻസ് തീരുമ്പോ ആ നിൽക്കുന്ന സർക്കിളിനെ എനിക്കൊന്ന് കാണണം. ഇമ്രാനെ ചൂണ്ടിക്കാട്ടി പീതാംബരൻ അടക്കത്തിൽ പറഞ്ഞു. വേലായുധൻ തലകുലുക്കി. പീതാംബരന്റെ ഗ്രൂപ്പിലെ ഉയർന്ന നേതാവാണ് വേലായുധൻ, മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി. അധികം വൈകാതെ പത്രസമ്മേളനം തീർന്നു. പീതാംബരൻ 2 അനുയായികളുടെ സഹായത്തോടെ പ്രസ് ക്ലബിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാൾ മേഴ്സിഡസിനെ സമീപിച്ചതും വേലായുധൻ ഇമ്രാനുമായി അവിടെ എത്തി. ഇമ്രാൻ മുൻ മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്തു. പീതാംബരൻ ഒന്ന് മന്ദഹസിച്ചു. ഇമ്രാന്റെ ചുമലിൽ കൈയിട്ട് അല്പം മുന്നോട്ട് നടന്നു പീതാംബരൻ. മറ്റുള്ളവർക്ക് കേൾക്കാനാവാത്ത ദൂരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, നീ ആരാ? ഇമ്രാൻ മനസ്സിലാകാത്തതുപോലെ നിന്നു. പീതാംബരൻ അവന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. എവിടുന്നാ നിന്റെ വരവ്? ആരാ നിന്റെ മുന്നിൽ നിർത്തി കളിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? സാർ എന്തൊക്കെയാ പറയുന്നത്? വേണ്ട. പീതാംബരൻ ചൂണ്ടുവിരൽ ഉയർത്തി വിലക്കി. നീ നരസിംഹനാണെന്ന് പറയാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് ശ്രമിക്കണ്ട. പീതാംബരൻ പാതാളക്കുഴിയിൽ താഴ്ത്തിയ ഒരാളും തിരികെ വന്നിട്ടില്ല. നാട്ടകം പോളിടെക്നിക്കിലെ സജിൻ മുതൽ അശ്വതീകാനന്ദ സ്വാമി വരെ കളി ഇറക്കിയ നീ കളി പഠിച്ചോണ്ടേ പോകൂ. പീതാംബരന്റെ കണ്ണുകൾ കുറുകി. നിന്റെ ലക്ഷ്യം എന്തായാലും അഭ്യാസം ഇവിടെ നിർത്തിക്കോണം. ഇനിയും കളിക്കാനാണ് ഭാവമെങ്കിൽ പീതാംബരൻ തുറന്നു വെച്ചിരിക്കുന്ന ശവക്കുഴികൾ ഇനിയും ധാരാളമുണ്ട്. മൈൻഡ് ഇറ്റ്. പീതാംബരൻ തന്റെ മേഴ്സിഡീസിന് നേരെ നടന്നു. അയാൾ കാറിൽ കയറി. ആ കാർ അകന്നു പോകുന്നത് നോക്കി ഇമ്രാൻ നിശ്ചലം നിന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് SP സത്യന്റെ വീട്ടിലേക്ക് ഇമ്രാൻ ചെന്നു. അവനെ കാത്തിരിക്കുകയായിരുന്നു അവിടെ സത്യനും പത്മനും. പ്രസ് ക്ലബിന്റെ മുറ്റത്തുണ്ടായ നാടകം പത്മേട്ടനെ ഫോണിൽ അറിയിച്ചിരുന്നു ഇമ്രാൻ. വീട്ടിലെ ഗാർഡനിലാണ് ഇരിപ്പിടങ്ങൾ. ഇമ്രാൻ ഒരു കസേര വലിച്ചിട്ട് അവർക്ക് അഭിമുഖം ഇരുന്നു. നമ്മൾ ആരും വിചാരിക്കുന്ന ആളല്ല പീതാംബരൻ. ഒരു സിഗരറ്റിന് തീ കൊടുത്തുകൊണ്ട് ഇമ്രാൻ ഗൗരവത്തിൽ പറഞ്ഞു. ഒരു കുറുക്കന്റെ കൗശലം, ചെന്നായുടെ കണ്ണുകൾ, പുലിയുടെ തൃഷ്ണ. അയാൾ അസാധാരണനായ ക്രിമിനലാണ്. മംഗലാപുരത്തെ ഏത് കൊടി കിട്ടിയ കൊമ്പന്റെയും ഒപ്പം നിർത്താവുന്നവൻ. അത് മനസ്സിലാക്കിയ നിന്നെ വിളിച്ചത്, പത്മ പറഞ്ഞു. അതൊക്കെ ശരിയാണ് പത്മേട്ട. സിഗരറ്റിന്റെ പുക ഊതി പറത്തിക്കൊണ്ട് ഇമ്രാൻ എഴുന്നേറ്റു. ബുദ്ധിമാനെ ബുദ്ധി കൊണ്ട് നേരിടണം. അല്ലാതെ ഒരു മോഡോ ആക്ട് നടത്തി പീതാംബരനെ പോലെ ഒരാളെ തളയ്ക്കാൻ കഴിയില്ല. നിന്റെ ഉപായം പറ. അത് ഇത്തിരി കട്ടിയാണ്. നീ പറ. SP കൂടി അനുവദിക്കണം. പറയൂ. സത്യൻ അവനെ നോക്കി. ബുദ്ധിമാനെ ബുദ്ധി കൊണ്ട് നേരിടുമ്പോൾ ചതുരോപായങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. ചതുരോപായത്തിൽ എല്ലാം പെടും. നീ പറയുന്നത് മനസ്സിലാകുന്നില്ല. മംഗലാപുരത്തെ കളി. ഇമ്രാന്റെ കണ്ണുകൾ കൂർമ്മിതമായി. ആയുധമെടുക്കുന്നവനെ ആയുധം കൊണ്ട് നേരിടണം. ചോര കൊണ്ട് കണക്ക് തീർക്കുന്നവനെ ആ നാണയത്തിൽ നേരിടണം. സമ്മതിച്ചു തരാമോ? സമ്മതിച്ചു തരാമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പീതാംബരനെ ഞാൻ കച്ച കെട്ടിച്ചു തരാം. ഇമ്രാൻ താളത്തിൽ വിരഞ്ഞൊടിച്ചു. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? സത്യം ചോദിച്ചു. ഞാൻ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്. ആയുധമെടുക്കുന്നവന്റെ മുന്നിൽ നിന്ന് ഓശാന പാടിയിട്ട് കാര്യമില്ല. ചോര കൊണ്ട് കണക്ക് തീർക്കാൻ വരുന്നവനോട് കൃഷ്ണോപദേശം ചൊല്ലിയിട്ട് കാര്യമുണ്ടോ? പിന്നെ കൊന്നുകളയണം. ഇമ്രാൻ തീർത്തു പറഞ്ഞു. സത്യൻ പെട്ടെന്ന് നിഷേധിച്ചു. നോ, അത് പറ്റില്ല. എന്താ കാര്യം? ഇമ്രാൻ ആരാഞ്ഞു. അതിന് വകുപ്പില്ല. വകുപ്പ്. ഇമ്രാൻ ഉറച്ച സ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു. എന്ത് വകുപ്പാണാവോ വേണ്ടത്? കുറ്റവാളികളെ കൊന്നുകളയാനുള്ള അധികാരം പോലീസിനില്ല. അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ മാത്രമേ സാധിക്കൂ. സത്യം പറഞ്ഞു. ഈ കുറ്റവാളികൾക്ക് ആരെയും കൊല്ലാം. സത്യസന്ധനായ പോലീസ് ഓഫീസർ മുതൽ ഒരു സാധാരണ പൗരനെ വരെ.
എന്റെ കാര്യം ഉൾപ്പെടെയാ ഞാൻ പറയുന്നത്. ഞങ്ങൾ കുറ്റവാളികൾ നിയമവും വകുപ്പും ഒന്നും നോക്കാറില്ല. തടസ്സമെന്ന് കണ്ട കാച്ചിക്കളയും. അതാണ് ഞങ്ങളുടെ അലിഖിത നിയമം. പക്ഷേ ഞങ്ങളെ തൊടണമെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് വകുപ്പ് നോക്കണം, നിയമം നോക്കണം. അതൊക്കെയാ എന്നെ പോലെയുള്ള ചാട്ടുളി ഇമ്രാന്മാരും പീതാംബരനെ പോലെയുള്ള നെറുകെട്ട കോപ്പന്മാരും ഇവിടെ വളരാൻ കാരണം. ഇമ്രാൻ അതൊക്കെ പറയാം, പക്ഷെ ഞങ്ങൾ പോലീസുകാർക്ക് നിയമം നോക്കാതിരിക്കാനാവില്ല. എങ്കിൽ ആ നിയമത്തിനനുസരിച്ച് പീതാംബരനെ പിടിച്ച് അകത്താക്കണം. നരസിംഹൻ എന്ന CIയെ അയാൾ കൊന്നതാണെന്ന് വ്യക്തമായി അറിയാമല്ലോ. പിന്നെ എന്തിനു മടിക്കണം? അതിന് തെളിവ് വേണം. തെളിവ്? പഴയതിനേക്കാൾ ഉച്ചത്തിൽ ഇമ്രാൻ ചിരിച്ചു. നിങ്ങൾ തെളിവുണ്ടാക്കിക്കൊണ്ട് വരുമ്പോ പീതാംബരം പൊടിയും തട്ടിപ്പോകും. വേറെ വല്ല പണിയും നോക്കി SP. ഇമ്രാൻ പുച്ഛത്തിൽ ചെറികൊട്ടി. ഇമ്രാൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. സത്യൻ എന്തോ പറയാൻ നാവുയർത്തിയതും ഇമ്രാൻ തടഞ്ഞു. വേണ്ട, അവൻ തുടർന്നു. നിങ്ങളുടെ നിസ്സഹായത എനിക്കറിയാം. അതിന് വലിയ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ പത്മന്റെ നേരെ തിരിഞ്ഞു. പത്മേട്ടാ, നമുക്കിത് മതിയാക്കാം. ഇമ്രാനെ, പത്മൻ അമ്പരന്നു. ഒന്നും നടക്കില്ല പത്മേട്ടാ, ഇതൊക്കെ വെറുതെയാണ്. എന്റെ സമയം കളയാൻ കൊള്ളാം. മംഗലാപുരത്ത് എനിക്ക് 100 കൂട്ടം പണി കിടക്കുമ്പോഴാ ഈ നാടകത്തിന് ഇറങ്ങി തിരിച്ചത്. വേറെ പണിയൊന്നുമില്ലേ? ഇമ്രാനെ, നീ അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അത് പത്മന് വാക്കുകൾ മുട്ടി. അപ്പോൾ സത്യ നിസ്സംഗനായി പറഞ്ഞു, അയാൾ പോകുന്നെങ്കിൽ പോകട്ടെ പത്മ. ഇവൻ പോയാല് അയാൾ പറയുന്നത് പോലെ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കണ്ണിൽ കണ്ടവരൊക്കെ കൊല്ലാനും തിന്നാനും അയാൾക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? താൻ ഒരുമാതിരി മറ്റവനെ കോണവും മുടിക്കുമെന്ന വർത്താനം പറയരുത്. സത്യന്റെ നേരെ ചീറിക്കൊണ്ട് ചെന്നു ഇമ്രാൻ. ഇമ്രാനെ, പത്മൻ അവനെ പിടിച്ചു മാറ്റി. ഈ കോപ്പിലെ പോലീസുകാരൻ പറഞ്ഞ വർത്തമാനം പത്മേട്ടൻ കേട്ടോ? എനിക്കൊരു പുകിലും മൂലയും കൊല്ലണമെന്ന് ആഗ്രഹമില്ല. ആൾക്കാരെ കൊല്ലാൻ ഞാൻ ഇങ്ങനെ തൂറാമുട്ട് കളിച്ച് നടക്കുകയുമല്ല. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പ്രയാസമുള്ള പീതാംബരനെ പോലുള്ള പരമ നാറുകളെ വെച്ചുകൊണ്ടിരിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇമ്രാനെ. നമ്മൾ പുലിവാല് പിടിക്കും. എന്ത് പുലിവാല്? ഇമ്രാൻ ചോദിച്ചു. പീതാംബരനെ കൊല്ലേണ്ടി വന്ന അത് ചെയ്യുന്നത് ഞാനോ താനോ ഈ ഇരിക്കുന്ന പത്മേട്ടനോ അല്ല, നരസിംഹൻ, CI നരസിംഹൻ. പത്മനും സത്യനും പരസ്പരം നോക്കി. മനസ്സിലായില്ല? ഇമ്രാൻ ചോദിച്ചു. മനസ്സിലായില്ലേ സാറന്മാർക്ക്? കളിക്കുമ്പോ വൃത്തിയായി കളിക്കണം. അല്ലാത്തവൻ ചെരയ്ക്കാൻ പോകരുത്. വൃത്തിയേക്കണം. നിന്റെ മനസ്സിലുള്ളത് തെളിച്ച് പറ. പത്മൻ ധൃതി വെച്ചു. പത്മേട്ടാ, 1 അല്ല 10 അല്ല 100 പേരെ നരസിംഹൻ ഇപ്പൊ കൊല്ലാം. ചത്ത് മണ്ണടിഞ്ഞ അയാൾക്കെതിരെ എന്ത് കേസെടുക്കാനാ? ഇമ്രാൻ അങ്ങ് പോകും. ഇമ്രാന്റെ സാമ്രാജ്യമായ മംഗലാപുരത്തേക്ക്. അല്പം ബുദ്ധി പ്രയോഗിച്ച ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ മഹാന് ശരിയാക്കാൻ കഴിയും. SP അല്ലേ? പക്ഷേ അതിന് ബുദ്ധിയും മനസ്സും വേണം. ഇമ്രാൻ പറഞ്ഞു നിർത്തി. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. ഇമ്രാൻ ജീപ്പിന് നേരെ നടന്നു. പോലീസ് ജീപ്പാണത്. അതിൽ കയറി ഇമ്രാൻ പോയതും സത്യൻ മെല്ലെ മന്ത്രിച്ചു. ഇവൻ ശരിയാകില്ല. ശരിയാകും. ഇവൻ മാത്രമേ ശരിയാവൂ. അപ്പോൾ പത്മന്റെ മുഖത്ത് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തന്റെ ബംഗ്ലാവിൽ തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ പീതാംബരൻ വിളിച്ചുകൂട്ടി. ഒന്നാമൻ ശരത്ത്, രണ്ടാമൻ വേലായുധൻ, പിന്നെ കുറെ ശിങ്കിടികൾ. രഹസ്യമുറിയിലാണ് ചർച്ച. അവന്റെ വരവ് അത്ര നിസ്സാരമായി കാണരുത്. കൊല്ലപ്പെട്ട CI നരസിംഹന് പകരം മറ്റൊരാൾ ഡിപ്പാർട്ട്മെന്റിൽ വരണമെങ്കിൽ അതിന് പിന്നിൽ ആരുടെയോ ചാണക്യ ബുദ്ധിയാണ്. കൃത്യമായും പീതാംബരനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ചാണക്യ തന്ത്രം. എന്നെ കൊടുക്കാൻ എന്നേക്കാൾ മിടുക്കിൽ ആരോ കളിക്കുന്നു. അതാരാവും? വേലായുധൻ സന്ദേഹിച്ചു. അതറിയാമെങ്കിൽ ഇപ്പോഴേ പണി തീർക്കില്ലേ? പീതാംബരൻ ചിരിച്ചു. ചെറിയ ആലോചനയ്ക്ക് ശേഷം ശരത്ത് ചോദിച്ചു. ആ, SP സത്യനാണോ? ഒരിക്കലുമല്ല, പീതാംബരൻ നിഷേധിച്ചു. അത്ര കിഴിഞ്ഞ ബുദ്ധിയൊന്നും സത്യനില്ല. ഇതിന്റെ പിന്നിൽ ഏതോ മാസ്റ്റർ ബ്രെയിൻ ആണ്. പീതാംബരൻ പല്ലിട കുത്തി പുറത്തേക്ക് തുപ്പി. നമുക്ക് അവനെ അങ്ങ് തട്ടിയാലോ? ശരത്ത് ചോദിച്ചു. ആരെ? നരസിംഹന്റെ വേഷത്തിൽ നാടകം കളിക്കാൻ വന്നിരിക്കുന്ന അവനെ. അത് എളുപ്പമാണ്. പക്ഷേ പീതാംബരൻ ശരത്തിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് മുറിയിലൂടെ 2 ചാൽ ഉലാത്തിയതിനു ശേഷം തുടർന്നു. അവനെ വേണമെങ്കിൽ നമുക്ക് കൊന്നു തള്ളാൻ കഴിയും. അതുകൊണ്ട് പക്ഷേ പ്രശ്നം തീരുന്നില്ല. അവനെ വെച്ച് കളിക്കുന്നവനെയാണ് നമുക്ക് വേണ്ടത്. എങ്കിലേ ഒരു ചെറിയ വേര് പോലും ശേഷിക്കാതെ പൂർണ്ണമായി പറിച്ചു കളയാൻ കഴിയും. പൊരി പിടിച്ച കൈത്തണ്ടയിൽ പീതാംബരൻ ചൊറിഞ്ഞു. കഷണ്ടിയിൽ ഒന്ന് തലോടി. അയാൾ റോക്കിയുടെ നേരെ തിരിഞ്ഞു. ശരത്തിന്റെ ഏറ്റവും അടുത്ത പിണിയാളാണ് റോക്കി. ചോര കണ്ട് അറപ്പ് തീർന്നവൻ.
റോക്കിയുടെ അരക്കെട്ടിൽ കൈ ചുറ്റി തെല്ല് നടന്നുകൊണ്ട് പീതാംബരം പറഞ്ഞു, ഇന്നു മുതൽ നീ അവന്റെ പിന്നാലെ കാണണം, ഒരു നിഴൽ പോലെ. അവൻ ആരൊക്കെയായി ബന്ധപ്പെടുന്നു, എവിടൊക്കെ പോകുന്നു, ഇതൊക്കെ നീ മനസ്സിലാക്കണം. എന്നിട്ട് അപ്പോഴപ്പോൾ എന്നെ അറിയിക്കണം. ശരി സർ. ഇന്നു മുതൽ നിന്റെ ജോലി അത് മാത്രമാണ്. മനസ്സിലായി? രാത്രി കൊട്ടുവടി ചിന്നമ്മയുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഇമ്രാൻ ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി. സ്പിരിറ്റിന്റെ മൊത്തക്കച്ചവടക്കാരിയാണ് ചിന്നമ്മ. ലക്ഷങ്ങൾ ആ ബിസിനസ്സിലൂടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പകൽ ചിന്നമ്മ ഓഫീസിൽ വന്നിരുന്നു. ചിന്നമ്മയ്ക്ക് ഇന്നേ വരെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത പോലീസ് ഓഫീസറാണ് CI നരസിംഹൻ. നരസിംഹന്റെ കയ്യിൽ ചിന്നമ്മയുടെ കേസുകളുണ്ട്. ഒരിക്കൽ കൂടി കാലിൽ വീണ് യാചിക്കാനാണ് ചിന്നമ്മ ചെന്നത്. എന്നാൽ പതിവില്ലാതെ നരസിംഹൻ ഉദാരത കാട്ടിയപ്പോൾ ചിന്നമ്മ അത്ഭുതപ്പെട്ടുപോയി. ആളിൽ ഭയങ്കര മാറ്റം, നല്ല സ്നേഹം. അതിന്റെ പ്രത്യുപകാരമായി രാത്രിയിൽ നരസിംഹനെ ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചിട്ടാണ് ചിന്നമ്മ പോയത്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇമ്രാൻ. അയാളെ കാത്ത് ചിന്നമ്മ സിറ്റ് ഔട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ. ആരോടോ സംസാരിക്കുകയാണ് ചിന്നമ്മ. ശരി, സമ്മതിച്ചു. അവർ ഇമ്രാന്റെ നേരെ കൈവീശി സ്വാഗതം ചെയ്തുകൊണ്ട് ഫോണിൽ സംഭാഷണം തുടർന്നു. കൊടിക്കുന്നൽ ചിന്നമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞ തരും, പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറയും. 3 ലക്ഷം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവർ സെൽ ഓഫ് ചെയ്ത് ഇമ്രാനെ നോക്കി. അകത്തേക്ക് വാ സാറേ. സർവാഭരണ വിഭൂഷിതയാണ് ചിന്നമ്മ. വീട്ടിനകത്ത് പോലും പട്ടുസാരിയാണ് ഉടുക്കുന്നത്. ഇമ്രാൻ അവരെ ആകെ ഒന്ന് നോക്കി. ഒരു 45 മതിക്കും അവർക്ക്. പക്ഷേ ആ പ്രായത്തിന്റെ ഭാവമൊന്നും ചിന്നമ്മയ്ക്കില്ല. 20-കാരിയുടെ ഭാവപ്രകടനങ്ങൾ. ഇന്ന് കാക്ക മലർന്നു പറക്കും. ചിന്നമ്മ ചിരിച്ചു. അതെന്തേ? നരസിംഹ സാറ് ഒന്ന് കനിഞ്ഞില്ലേ? എപ്പോ കാണാൻ വന്നാലും പുലിയെ പോലെ ചീറിക്കടിക്കാൻ വരുന്ന മനുഷ്യൻ. ഇന്നത്തെ ഭാവം കണ്ടപ്പോ ആള് തന്നെ മാറിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു. എപ്പോഴും ഒരു മുഖമല്ലല്ലോ മനുഷ്യന്. അതെ, ചിന്നമ്മ ചിരിച്ചു. ഇമ്രാൻ അകത്തേക്ക് പ്രവേശിച്ചു. ചിന്നമ്മ അയാളോട് ചേർന്നാണ് അകത്തേക്ക് കയറിയത്. ഇമ്രാൻ സോഫയിലിരുന്നു. അയാൾ ആ വീട് മൊത്തത്തിലൊന്ന് നോക്കി. ഒരു കോടീശ്വരന്റെ ബംഗ്ലാവിന് തുല്യം. എല്ലാവിധ ആഡംബരങ്ങളും ആ ബംഗ്ലാവിലുണ്ട്. ഇമ്രാനോട് ചേർന്നിരുന്നു ചിന്നമ്മ. സാറിന് എന്താ കുടിക്കാൻ വേണ്ടത്? എന്തുമാകാം. ഹോട്ട് ആയിക്കോട്ടെ. ചിന്നമ്മ ഒരു റിമോട്ട് സ്വിച്ചിൽ വിരലമർത്തി. അകത്തെവിടെയോ ബെൽ മുഴങ്ങി. ഒരു പരിചാരിക ചിന്നമ്മയുടെ മനസ്സറിഞ്ഞതുപോലെ ട്രെയിൽ വിലയേറിയ വിദേശ മദ്യക്കുപ്പിയും ഗ്ലാസുകളും ഐസ് ക്യൂബും സോഡയും കൊണ്ടുവന്നു. ചിന്നമ്മ ഒരു ഗ്ലാസ്സിൽ മദ്യം പകർന്നു. അപ്പോൾ ഇമ്രാൻ ചോദിച്ചു, നിനക്ക് വേണ്ടോ? എനിക്കിപ്പോ വേണ്ട സർ, 1-2 അപ്പോയിന്റ്മെന്റുകളുണ്ട്. എന്റെ ഒരു ദിവസം അവസാനിക്കുന്നത് രാത്രി 12 മണിക്കാണ്. ചിന്നമ്മ ദീനത കാട്ടി തുടർന്നു. ചിന്നമ്മയുടെ തോളിലൂടെ ഇമ്രാൻ കൈയിട്ടു. ചിന്നമ്മ ഇക്കിളി പോണ്ടവളെ പോലെ ചിരിച്ചു. ഞാൻ സാറിന്റെ ഒരു സാധനം കാണിക്കാം. ഇമ്രാന്റെ കൈ സാവധാനം എടുത്തുമാറ്റി ചിന്നമ്മ അകത്തേക്ക് പോയി. അവർ ഒരു ഡയറിയുമായി വന്നു. സാർ ഇതൊന്ന് നോക്കണം. ഇതെന്താണ്? എന്റെ കയ്യിൽ നിന്ന് പണം പറ്റുന്നവരുടെ ലിസ്റ്റ് ഇതിലുണ്ട്. ഇന്ന് സാറിന്റെ പേരും ഇതിൽ വരേണ്ടതല്ലേ, അതുകൊണ്ട് കാണുന്നതിൽ കുഴപ്പമില്ല. ഇമ്രാൻ ഡയറി വാങ്ങി നോക്കി. അതിൽ നിറയെ ഉന്നതന്മാരുടെ പേരുകൾ. ഏറ്റവും മുകളിൽ പീതാംബരന്റെ പേര്. ഓ, നമ്മുടെ ലീഡറും പറ്റുപിടിക്കാരനാണോ? അദ്ദേഹമാണ് എന്റെ നിലനിൽപ്പ്. സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം ചങ്കു കൊടുക്കും. അതും അറിയാം. ഇമ്രാൻ ചിരിയോടെ തുടർന്നു. പിണങ്ങിയാൽ ചങ്ക് കീറിയെടുക്കും, എന്നിട്ടേ അദ്ദേഹം ഉറങ്ങൂ. അതൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം. ശരിയാണ്, ചിന്നമ്മ സമ്മതിച്ചു. ആ ഡയറിയിൽ ഉന്നതന്മാരായ നിരവധി രാഷ്ട്രീയക്കാരുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും എക്സൈസ് മേധാവികളെയും പേരുകൾ ഉണ്ടായിരുന്നു. ഒക്കെ ചിന്നമ്മയുടെ കൈയക്ഷരത്തിൽ. മാസാമാസം കൊടുക്കുന്ന തുക വരെ എഴുതിയിട്ടുണ്ട്. ഇമ്രാൻ അലസമട്ടിൽ ഡയറി ടീപ്പോയിൽ മേലിട്ടു. അവൻ മദ്യത്തിന്റെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. ഒപ്പം ചിന്നമ്മയുടെ ചുമലിൽ ഒന്ന് അമർത്തുകയും ചെയ്തു. ചിന്നമ്മ ഇക്കിളിപ്പെട്ടവളെ പോലെ ചിരിച്ചു. പിന്നെ അവന്റെ പിടുത്തത്തിൽ നിന്ന് സൗകര്യപൂർവ്വം ഒഴിഞ്ഞു മാറി. ചിന്നമ്മ അകത്തേക്ക് നോക്കി വിളിച്ചു, ലില്ലി, സ്വപ്നേ. കർട്ടൻ നീക്കി 2 പെൺകുട്ടികൾ അവിടെ വന്നു. ഏറിയാൽ 20 വയസ്സ് പ്രായം, കാണാൻ സുന്ദരികൾ. ചിന്നമ്മ അവരെ നോക്കി മന്ദഹസിച്ചു. ഈ സാറിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ സാറ് നമ്മുടെ സ്വന്തം ആളാണ്, ഒരു കാര്യത്തിലും കുറവ് വരരുത്. പെൺകുട്ടികൾ തലകുലുക്കി. 1 മണിക്കൂറിന് ശേഷം ഇമ്രാൻ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സ്വീകരണ മുറിയിൽ ചിന്നമ്മ ഉണ്ടായിരുന്നില്ല. ടീപ്പോയിൽ ആ ഡയറി ഇരിപ്പുണ്ട്, മാസവരി കണക്കിന്റെ ഡയറി. ഇമ്രാൻ അതെടുത്ത് പോക്കറ്റിൽ തിരുകി.
അവൻ പുറത്തേക്ക് നടക്കവേ ചിന്നമ്മ കോണി ഇറങ്ങി വന്നു. സാറ് വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരണം, ചിന്നമ്മ സ്നേഹാമൃണമായി പറഞ്ഞു. തീർച്ചയായും, ഇമ്രാൻ ചിരിച്ചു. ഒരു പൊതി ഇമ്രാന്റെ കയ്യിൽ കൊടുത്തു ചിന്നമ്മ. നല്ലൊരു പൊതി. അത് പണമാണെന്ന് ഇമ്രാന് മനസ്സിലായി. അവനത് പാന്റിന്റെ കീശയിൽ താഴ്ത്തി. പിറ്റേന്ന് രാവിലെ ചിന്നമ്മ കണി കാണുന്നത് പീതാംബരനെയാണ്. തന്റെ മേഴ്സിഡസ് ബെൻസിൽ നിന്നും ചിന്നമ്മയുടെ നേരെ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പീതാംബരൻ നടന്നു വന്നു. കൈത്താങ്ങായി ശരത്ത്. ശരത്തിന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് പീതാംബരൻ. പിന്നിൽ ശരത്തിന്റെ സംഘം. എന്താടി ചിന്നമ്മേ, എനക്കൊരു ക്ഷീണം? പീതാംബരൻ അവളെ ആകെയൊന്ന് നോക്കി അങ്ങനെ ചോദിച്ചു. എനിക്കെന്ത് ക്ഷീണം ലീഡറെ? എന്നാൽ എന്റെ കണ്ണിന്റെ ക്ഷീണമായിരിക്കും. പീതാംബരൻ ചിരിച്ചു. പീതാംബരനും സംഘവും സ്വീകരണ മുറിയിലേക്ക് കയറി. ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ടടി? നടക്കുന്നു. പോലീസിന്റെ ശല്യമുണ്ടോ? അതൊക്കെ ഒരുവിധം കൈകാര്യം ചെയ്യുന്നു. മതി. പീതാംബരൻ ഇളകി വന്ന വെപ്പുവല് നാവുകൊണ്ട് യഥാസ്ഥാനം വെച്ചുകൊണ്ട് ചിരിച്ചു. നീ അതിനൊക്കെ മെടിക്കുകയാണെന്ന് എനിക്കറിയാം. എല്ലാത്തിനും പറ്റിയ കുറെ പെമ്പിള്ളേരെ നീ പോറ്റുന്നുണ്ടല്ലോ. അവരെ കൊണ്ട് പറ്റാത്തതിന് നീയും മതി. പീതാംബരൻ അവളെ നോക്കി പറഞ്ഞു. നീ എന്നെയും വീഴ്ത്തിയത് അങ്ങനെയാ? ഈ ലീഡറിന്റെ കാര്യം. ചിന്നമ്മ നിതമ്പ് മിളക്കി ചിരിച്ചു. ഇന്നലെ ആ CI വന്നല്ലോ? പീതാംബരൻ ചോദിച്ചു. ചിന്നമ്മ അമ്പരന്നു. ലീഡർ ഇതെങ്ങനെ അറിഞ്ഞെന്ന വിചാരമാണ് ചിന്നമ്മയ്ക്ക്. ആ നരസിംഹന്റെ കാര്യമാ ചോദിച്ചത്. വന്നിരുന്നു? അവൾ തുടർന്ന് ചോദിച്ചു. ലീഡർ ഇതെങ്ങനെ അറിഞ്ഞു? അതൊക്കെ പീതാംബരൻ അറിയുമടി. പീതാംബരന് ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും കണ്ണുകളുണ്ട്. ചില കണ്ണുകൾ ഡൽഹിയിലുമുണ്ട്. എവിടെ ഈച്ച പറഞ്ഞാലും പീതാംബരൻ അറിയും. അതാ അതിന്റെ സെറ്റപ്പ്. പീതാംബരൻ സോഫയിൽ ഇരുന്ന് കാല് കുലുക്കി കണ്ണട നേരെ വെച്ചു. പിന്നെ ചിന്നമ്മയെ ഒരു കിഴിഞ്ഞ നോട്ടം നോക്കിയിട്ട് പതുക്കെ ചോദിച്ചു. അവൻ എന്തിനാടി സംബന്ധത്തിന് വന്നത്? എന്നെ കാണുമ്പോ അവൻ അറപ്പാണെന്നാണല്ലോ കേട്ടത്. പിന്നെ എന്തോ പറ്റി? അതാ എനിക്കറിയാൻ മേലാത്തത്. ചിന്നമ്മ അതിശയം കൂറി. പീതാംബരൻ ചിരിയോടെ ശരത്തിനെ നോക്കി. അർത്ഥം നിറഞ്ഞ ചിരി. ശരത്തിന്റെ മുഖത്തും ഒരു ചിരി തത്തി കളിച്ചു. എത്ര പണം കൊടുത്തു? 50,000. പീതാംബരൻ ഉറക്കെ ചിരിച്ചു. ഏറെ നേരം നീണ്ടുനിന്ന ചിരിക്കൊടുവിൽ പീതാംബരന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അയാൾ ചിരിക്കുന്നത് എന്തിനാണെന്ന് ചിന്നമ്മയ്ക്ക് മനസ്സിലായില്ല. അവൾ അമ്പരന്നു നിന്നു. ഒരു വേള ചിരി നിർത്തിയിട്ട് പീതാംബരൻ ചിന്നമ്മയെ നോക്കി. മണ്ടി. ലീഡറെ, അവൻ നരസിംഹൻ അല്ലടി മോളെ. പിന്നെ? അതറിയാൻ വേണ്ടിയാ പീതാംബരന്റെ ഈ തത്രപ്പാട്. ചിന്നമ്മയുടെ അമ്പരപ്പ് നടുക്കമായി മാറി. പീതാംബരൻ എഴുന്നേറ്റ് ഉലാത്തി. അവനെ സൂക്ഷിക്കണം. ഉലാത്തൽ നിർത്തി പീതാംബരൻ ചിന്നമ്മയെ നോക്കി. ഇനി അവൻ വന്ന ഒരു ശ്രദ്ധ ഉണ്ടാകണം. അവന്റെ കയ്യിൽ നിന്ന് പുതിയ വാർത്തകൾ നീ ശേഖരിക്കണം. നിന്റെ കയ്യിൽ നിന്ന് അവന് യാതൊന്നും കിട്ടുകയും അരുത്. ഉവ്. പീതാംബരൻ കണ്ണിറുക്കി ചിരിച്ചു. പീതാംബരനും സംഘവും അപ്പോൾ തന്നെ പോയി. ചിന്നമ്മയുടെ ബംഗ്ലാവിൽ നരസിംഹം ചെന്ന വിവരം റോക്കിയാണ് പീതാംബരനെ അറിയിച്ചത്. അതിനെപ്പറ്റി വിശദമായി അറിയാൻ വേണ്ടിയായിരുന്നു പീതാംബരന്റെ വരവ്. അന്ന് 11 മണിയോടെ പത്മനും ഒന്നിച്ച് SP സത്യന്റെ ഓഫീസിൽ ചെന്നു ഇമ്രാൻ. തലേന്ന് ചിന്നമ്മയുടെ വീട്ടിൽ നിന്ന് ചൂണ്ടിയ ഡയറി സത്യൻ മുന്നിലേക്കിട്ടു. കൊട്ടുവടി ചിന്നമ്മയുടെ മാസവരി കണക്ക്. ഇമ്രാൻ ചിരിയോടെ പറഞ്ഞു. സ്ഥലത്തെ എല്ലാ പ്രധാനപ്പെട്ട ദിവന്മാരുടെയും പേരുകൾ ഇതിലുണ്ട്. SP സത്യന്റെ പേര് കണ്ടില്ല. സത്യൻ മന്ദഹസിച്ചു. ഡയറിയുടെ പേജുകൾ സത്യം മറിച്ചു നോക്കി. ആദ്യത്തെ പേര് പീതാംബരന്റേത്. പിന്നെ എക്സൈസ് മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറി, സ്ഥലം MLA, MP, പല ഉന്നതന്മാരുടെയും പേരുകൾ സത്യം വായിച്ചു. ഇത് ചിന്നമ്മയുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിയാണ്. പീതാംബരനെതിരെ ഉപയോഗിക്കാവുന്ന ഒരായുധം. ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഇമ്രാൻ തുടർന്നു. ഇത് താൻ കയ്യിൽ വെച്ചോ. എന്നെങ്കിലും പീതാംബരനെതിരെ ഒരു പുതിയ കേസ് ഉണ്ടായ വലിയൊരു തെളിവ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ അവിചാരിതമായി കയ്യിൽ വന്നതാണ്. SP മുറിയാണെന്ന് വിചാരമില്ലാതെ പുകവലിക്കുകയാണ് ഇമ്രാൻ. അവനെ വിലക്കാൻ പോയില്ല സത്യൻ. വിലക്കിയിട്ട് പ്രയോജനമില്ല. അവന്റെ വായിലിരിക്കുന്ന തെറി കേൾക്കാമെന്ന് മാത്രം. ഈ സമയം ഓഫീസ് മതിൽക്കെട്ടിന് വെളിയിലെ റോഡിൽ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു റോക്കി. അവൻ ഇമ്രാന്റെ ജീപ്പിനെ പിന്തുടർന്നു വന്നതാണ്. ജീപ്പിൽ പത്മന്റെ മുഖം അവൻ കണ്ടിരുന്നു. റോക്കി തന്റെ സെൽ കയ്യിലെടുത്തു. ശരത്തിന്റെ നമ്പറിൽ അവൻ കോൾ അയച്ചു. ബാറിലെ അരണ്ട വെളിച്ചത്തിൽ ഇരിക്കുകയാണ് പത്മൻ. അരക്കുപ്പി തനിച്ച് തീർത്തു കഴിഞ്ഞു. പത്മനെതിരെ ലോറൻസ് വന്നിരുന്നു. പ്രശസ്തമായ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറാണ് ലോറൻസ്.
ലോറൻസും ഒന്നാം തരം തണ്ണിപ്പാർട്ടിയാണ്. എന്താ പത്മൻ സാറേ തനിച്ച്? ലോറൻസ് ചോദിച്ചു. വെള്ളമടിക്കാൻ എന്തിനാടോ കമ്പനി? പത്മൻ ചിരിച്ചു. പത്മന്റെ കൂടെ കമ്പനി കൂടാൻ ആർക്കും അത്ര താല്പര്യമില്ല. കയ്യിലെ കാശ് പോവും. ഞാൻ ആർക്കും മേടിച്ചു കൊടുക്കാറുമില്ല. പത്മന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലോറൻസിന് ചിരി പൊട്ടി. പത്മൻ വീണ്ടും മദ്യത്തിന് ഓർഡർ ചെയ്തു. ഇത് നിന്റെ വക, പത്മ പറഞ്ഞു. ആയിക്കോട്ടെ, ലോറൻസ് ചിരിച്ചു. 1 മണിക്കൂറിന് ശേഷം അവർ ഒന്നിച്ച് ബാറിൽ നിന്നിറങ്ങി. ലോറൻസിന് കാറുണ്ട്. പത്മൻ മദ്യത്തിന്റെ ലഹരിയിൽ ആടിക്കൊണ്ട് പറഞ്ഞു. ഏതായാലും താൻ എനിക്കിന്ന് കള്ള് മേടിച്ചു തന്നു. ഇനി തന്റെ കാറിൽ എന്നെ ഓസില് വീട്ടിലെത്തിച്ചു തരണം. അതിനെന്താ? ലോറൻസ് ചിരിച്ചു. പത്മൻ ലോറൻസിന്റെ കാറിൽ കയറി. കാറ് മുന്നോട്ട് കുതിച്ചു. സമയം രാത്രി 9 കഴിഞ്ഞിട്ടുണ്ട്. വിജനമായൊരു ഭാഗത്തെത്തിയപ്പോൾ കാറിന് മുന്നിൽ ഒരു വാൻ വന്നു നിന്നു. കാർ ടയർ ഉരഞ്ഞു നിന്നു. വാനിൽ നിന്നും ശരത്തും സംഘവും പുറത്തേക്ക് വന്നു. കാറിനരികിലെത്തി തല കുനിച്ച് ശരത്ത് പത്മനെ നോക്കി. ഒന്നിറങ്ങിയാട്ടെ പത്മൻ സാറേ. എന്തിനാ? അതൊക്കെ പറയാം, ഇറങ്ങ്. പത്മൻ മടിച്ചിരുന്നു. ശരത്തിന്റെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്ന് പത്മന് ബോധ്യപ്പെട്ടു. ശരത്ത് ഡോർ വലിച്ചു തുറന്നു. ഇങ്ങോട്ടിറങ്ങടാ. പത്മന്റെ കോളറിനെ പിടിച്ച് ശരത്ത് പുറത്തിറങ്ങി. എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത്? ലോറൻസ് ഒച്ചയെടുത്തു. എന്തേ? ശരത്ത് പരിഹാസത്തോടെ അവനെ നോക്കി. എന്നിട്ട് ലോറൻസിന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് ഡോർ അടച്ചു. മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോടാ. ലോറൻസ് ഭയന്നു പോയി. അയാൾക്ക് ശരത്തിനെ അറിയാം. ശരത്തിന്റെ ക്രിമിനലിസത്തിനെ പറ്റി കേട്ടിട്ടുമുണ്ട്. പത്മനെ ബലമായി കാറിൽ കയറ്റി ശരത്തിന്റെ സംഘം. വാൻ കുതിച്ചകന്ന് പണി തീരാത്ത ഒരു വീടിന്റെ മുറ്റത്താണ് നിന്നത്. പത്മനെ വാനിൽ നിന്നിറക്കി. വീടിന്റെ മുറ്റത്ത് മെഴ്സിഡസ് ബെൻസ് കിടക്കുന്നത് കണ്ട് പത്മൻ ഞെട്ടി. പീതാംബരന്റെ കാർ. പത്മനെ ഉന്തിത്തള്ളി അവർ അകത്തേക്ക് കൊണ്ടുചെന്നു. പന്തങ്ങൾ തെളിച്ച് ഭിത്തിയിൽ ഉറപ്പിച്ച ഒരു മുറിയിലേക്കാണ് പത്മനെ അവർ കയറ്റിയത്. അവിടെ നിറഞ്ഞ ചിരിയോടെ പീതാംബരൻ നിൽക്കുന്നു. കൂടെ വേലായുധൻ, പിന്നെ ഖദർദാരികൾ. പത്മനെ ഒരു തൂണിൽ ബന്ധിച്ചു ഗുണ്ടകൾ. വിജനമായ ഭാഗത്താണ് ആ കെട്ടിടം നിൽക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചാലും പുറംലോകം അറിയില്ല. ഗുരുവായൂരപ്പാ. അങ്ങനെ മൊഴിഞ്ഞുകൊണ്ട് പീതാംബരൻ പത്മന്റെ സമീപത്തേക്ക് നടന്നു ചെന്നു. സഹായത്തിന് ഒരാളുടെ ചുമലിൽ കൈ ചുറ്റിരിക്കുകയാണ് പീതാംബരൻ. അയാൾ വിപ്പുപല്ലുകൾ മുഴുവൻ വെളിയിൽ കാട്ടി ചിരിച്ചു. മരണത്തിന്റെ നിറമുള്ള ചിരി. എനിക്ക് പത്രക്കാരോട് പണ്ടേ സ്നേഹമാണ്. പത്രക്കാരാണ് മാനം മുട്ടെ ഈ പീതാംബരനെ വളർത്തിയത്. എനിക്ക് ദിവസവും ഒരു കോളമെങ്കിലും തരാത്ത പത്രക്കാർ ഇവിടെ കുറവാ. അവർക്ക് ആവശ്യമുള്ള ചൂടൻ വിഭവങ്ങൾ ഞാൻ കൊടുക്കാറുമുണ്ട്. പക്ഷേ പീതാംബരന്റെ കണ്ണുകൾ കുറുകി. പത്രക്കാർക്കിടയിലും ചില നാറുകളുണ്ട്. ഒരു സ്കൂപ്പ് കിട്ടിയാൽ അതിന്റെ ഇടയിൽ കൂടെ തള്ളി നോക്കുന്നവർ. കൂടുതൽ എന്തെങ്കിലും കിട്ടുമോന്നറിയാനാ. അത്തരക്കാരിൽ ഒരുത്തനാ നീ. പണ്ടേ എനിക്ക് നിന്നെ അറിയാം. മൂക്കറ്റം കുടിക്കുമെങ്കിലും നിന്റെ ബുദ്ധിക്ക് നല്ല തെളിവാ. ഏതൊരു പത്രക്കാരനെയും പോലെയല്ല. കുശാഗ്ര ബുദ്ധി. പീതാംബരനെ തന്നെ നോക്കി നിൽക്കുകയാണ് പത്മൻ. പീതാംബരൻ ശരത്തിനെ നോക്കി. ഇവന് വല്ലതും കൊടുത്തോ? ഇല്ല. ശരത്ത് കൈകൾ കൂട്ടി തിരുമ്മി. കൊടുക്കാമായിരുന്നില്ലേ? പീതാംബരൻ വല്ലാതൊന്ന് ചിരിച്ചു. കൊടുക്കാനുള്ളത് നേരത്തെ കൊടുത്താ നമുക്ക് കിട്ടാനുള്ളത് വേഗം കിട്ടും. അല്ലേ ഇവനൊക്കെ വെറുതെ സമയം കളയും. വേണ്ടി വന്നാ കൊടുക്കാം, ശരത്ത് പറഞ്ഞു. നോക്കട്ടെ. പീതാംബരൻ ചിരിച്ചു. അയാൾ പത്മന്റെ നേരെ തിരിഞ്ഞു. അവൻ ആരാ? ആര്? പത്മൻ ചോദിച്ചു. നരസിംഹന്റെ വേഷം കെട്ടി ഒരുത്തനെയുടെ വല്ലാതെ ഷൈൻ ചെയ്ത് നടപ്പുണ്ടല്ലോ, അവന്റെ കാര്യമാ ചോദിച്ചത്. എനിക്കറിയില്ല. നരസിംഹനെ ഞാൻ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ദിവസം കുറയായല്ലോ പത്മ. പിന്നെ എവിടുന്ന് വന്നു ഈ അവതാരം? പത്മൻ മിണ്ടിയില്ല. പീതാംബരന്റെ സ്വരം കർക്കശമായി. പീതാംബരന്റെ കളത്തിൽ ഗൂലാലിറക്കിയുള്ള ഈ കളി ആര് കളിച്ചാലും അത് തീക്കളിയാണ്. അതിൽ നിന്റെ റോൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. അല്ലെങ്കിൽ നീ അവന്റെ ജീപ്പിൽ സത്യന്റെ ഓഫീസിൽ പോകില്ല. പീതാംബരന്റെ കണ്ണുകൾ കുറുകി. പറഞ്ഞു പത്മ, അവൻ ആരാ? എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്ത് സംഭവിച്ചാലും ഇമ്രാനെ പറ്റി പറയില്ല എന്ന് പത്മൻ ഉറപ്പിച്ചിരുന്നു. ചാകേണ്ടി വന്ന ചാകും. ഇവൻ സമ്മാനം മേടിച്ചേ അടങ്ങൂ. പീതാംബരൻ ശരത്തിന്റെ നേരെ തിരിഞ്ഞു. ശരത്തെ, ഇവന് കൊടുക്കാനുള്ളത് കൊടുത്തേക്ക്. ശരത്ത് ഷർട്ടിന്റെ കൈ തെറുത്ത് കയറ്റിക്കൊണ്ട് പത്മനെ സമീപിച്ചു. അവൻ പത്മന്റെ താടി പിടിച്ചുയർത്തി. പറയടാ, അവൻ ആരാ? എന്നെ കൊന്നാലും പറയില്ല. പത്മൻ സംസാരത്തിന്റെ രീതി മാറ്റി. അപ്പൊ നിനക്ക് അറിയാം.
ശരത്ത് ഊറിച്ചിരിച്ചു. പത്മന്റെ മുഖത്ത് ഒരു ഇടി വീണു. പത്മന്റെ മൂക്ക് ചതഞ്ഞു. മൂക്കിലൂടെ ചോര തിളച്ചൊഴുകി. തുടരെ തുടരെ കുറെ ഇടികൾ കൂടി വീണു. ശരത്തിന്റെ അനുയായികൾ പത്മന് ചുറ്റും നിരന്നു നിന്നു. അവർ ക്രൂരമായി മർദ്ദനം ആരംഭിച്ചു. ലോറൻസ് ബുദ്ധിമാനായിരുന്നു. അയാൾ ശരത്തിന്റെ വണ്ടിയെ പിന്തുടർന്ന് പത്മനെ കൊണ്ടുപോയ കെട്ടിടം മനസ്സിലാക്കി. എന്നിട്ട് SP സത്യനെ വിളിച്ച് കാര്യം പറഞ്ഞു. സത്യനും പത്മനും തമ്മിലുള്ള ബന്ധം ലോറൻസിന് അറിയാം. സത്യൻ ഉടൻ തന്നെ ഇമ്രാനുമായി ബന്ധപ്പെട്ടു. ഇമ്രാനെ, പത്മം കുഴപ്പത്തിലാണ്. എന്താടോ? ഇമ്രാൻ ചോദിച്ചു. ലോറൻസിൽ നിന്ന് കിട്ടിയ വിവരം സത്യൻ അറിയിച്ചു. കെട്ടിടവും പറഞ്ഞു കൊടുത്തു. ഇമ്രാൻ മുറിയിൽ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വീകരണ മുറിയിൽ അതിന്റെ എക്സ്റ്റൻഷൻ ലൈനിൽ സൂര്യ അതൊക്കെ കേൾക്കുമായിരുന്നു. ഇമ്രാൻ വേഷം മാറി ജീപ്പിൽ കയറി. ജീപ്പ് അലറി കുതിച്ചു പാഞ്ഞു. ആ കെട്ടിടത്തിന്റെ ഇഷ്ടിക കുമ്പാരത്തിലേക്ക് ജീപ്പ് ഇരച്ചു കയറി നിന്നു. ടയറുകൾ ഉരഞ്ഞു കത്തി. ഇമ്രാൻ അകത്തേക്ക് കുതിച്ചു. അപ്പോൾ മൃതപ്രായനായി കഴിഞ്ഞിരുന്നു പത്മൻ. ഞാൻ ആരാണെന്നല്ലേ പീതാംബര അറിയേണ്ടത്? ഇമ്രാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് നടന്നു ചെന്നു. ഇമ്രാനെ കണ്ടപ്പോൾ പീതാംബരന്റെ മുഖത്ത് ഒരു ചിരി വീണു. അതേടാ, പീതാംബരൻ ചിലമ്പി. നിന്റെ ഈ നരസിംഹാസനത്തിന് പിന്നിൽ ആരാണെന്ന് അറിയണം. നിന്നെ റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ബുദ്ധിശാലി എവിടെയാണ്? ഗുരുവായൂരപ്പാ, വലിയ അധ്വാനം കൂടാതെ ഇവനെ എന്റെ മുന്നിൽ നീ കൊണ്ടുവന്നു. ബുദ്ധിശാലി അവിടെ നിൽക്കട്ടെ, ആദ്യം ഞാൻ ആരാണെന്ന് പറയാം. ഇമ്രാൻ, ചാട്ടുളി ഇമ്രാൻ, മംഗലാപുരത്തെ ചെറിയൊരു തെമ്മാടി. ഇവനെ പിടിച്ചു കെട്ടി ശരത്തെ, പീതാംബരൻ കൽപ്പിച്ചു. ശരത്തും സംഘവും ഇമ്രാനെ സമീപിച്ചു. ചാട്ടുളി ഇമ്രാനെ കെട്ടിയിടാൻ മാത്രം തന്റെ ഈ പീറ പിള്ളേർക്ക് കരുത്തില്ല പീതാംബര. ഞാൻ സൈസ് വേറെയാ. ഇമ്രാൻ കുതിച്ചു ചാടി. അവന്റെ തൊഴിയേറ്റ് ശരത്തും ആൾക്കാരും വീണു. അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ലാതെ ഇമ്രാൻ യഥാർത്ഥ ചാട്ടുളി ഇമ്രാനായി മാറി. ഞൊടി വേഗത്തിൽ അവൻ ശത്രുക്കളെ വീഴ്ത്തി. പീതാംബരൻ അമ്പരന്ന് നിൽക്കുകയാണ്. ഇമ്രാൻ പീതാംബരനെ സമീപിച്ചു. ഇനി എന്തൊക്കെയാണ് പീതാംബർജിക്ക് അറിയേണ്ടത്? ചോദിച്ചോ, പറയാം. നിന്നെ നിയമത്തിന്റെ മുന്നിൽ കൊടുക്കാൻ തൽക്കാലം നിവർത്തിയില്ല. അവിടെ തെളിവുകൾ വേണം. അതൊക്കെ ശേഖരിച്ച് ഇമ്രാൻ താമസിയാതെ വരാം. അപ്പോൾ ഒരു വെടി പൊട്ടി. പീതാംബരന്റെ നെഞ്ചിലാണ് വെടിയേറ്റത്. അമ്മേ! പീതാംബരൻ ഇളത്തു വീണു. ഇമ്രാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. റിവോൾവർ ചൂണ്ടിപ്പിടിച്ച് സൂര്യ നിൽക്കുന്നു. സൂര്യ! ഇമ്രാൻ അമ്പരെന്ന് വിളിച്ചു. സൂര്യ അവന്റെ നേരെ നടന്നു വന്നു. ഇവനെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം ഇമ്രാനിക്ക. അവിടുന്ന് ഇവൻ രക്ഷപ്പെടുകയും ചെയ്യും. ഇവന് കൊടുക്കേണ്ട യഥാർത്ഥ ശിക്ഷയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇമ്രാൻ വേഗത്തിൽ പത്മന്റെ കെട്ടുകൾ അഴിച്ചു. തന്റെ അവസാനത്തെ പിടയിലാണ് പീതാംബരൻ. കേരളത്തെ വിരൽത്തുമ്പിൽ നിർത്തിയ ആ രാഷ്ട്രീയാചാര്യൻ നിശ്ചലനായി. സൂര്യയുടെ കയ്യിൽ നിന്ന് ഇമ്രാൻ തോക്ക് വാങ്ങി. ഈ കൊല ചെയ്തത് നരസിംഹനാണ്. കൊലപാതകത്തിന് ശേഷം നരസിംഹൻ എവിടേക്കോ പോയി. അയാൾ പിന്നെ തിരികെ വന്നിട്ടില്ല. സൂര്യയുടെ ചുമലിൽ കൈവച്ച് ഇമ്രാൻ പറഞ്ഞു. സൂര്യക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്. ഈ ചെറ്റയെ കൊന്നുവെന്ന കാരണത്താൽ അത് നഷ്ടപ്പെടാൻ പാടില്ല. പൊയ്ക്കോ. ഇമ്രാൻ പത്മന്റെ നേരെ തിരിഞ്ഞു. പത്മേട്ടാ, ബായ്, ഞാൻ മംഗലാപുരത്തേക്ക് വിടുകയാണ്. ഇമ്രാൻ ജീപ്പിൽ കയറി. അകലെ വളവിൽ അവന്റെ ജീപ്പ് മറയുന്ന കാഴ്ച ഒരു ഫ്രീ ഷോട്ട് പോലെ പത്മനും സൂര്യയ്ക്കും തോന്നിച്ചു. എല്ലാവർക്കും ഈ നോവൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു പുതിയ നോവലുമായി നാളെ കാണാം. നന്ദി.